الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അവന്റെ അടിയാങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ പവിത്രമായ ഒരു മാസത്തിലെ ഏറെ ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കായ വിശ്വാസികൾ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അതിനുള്ള ഒരുക്കങ്ങളിലാണുള്ളത്. ഹജ്ജിന് അവസരം ലഭിക്കാത്തവരാകട്ടെ ഈ പുണ്യദിനങ്ങളിലെ മറ്റു ഏറെ പ്രതിഫലാർഹമായ, ഏറെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട ആ കർമ്മങ്ങൾ അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമങ്ങളിലുമാണ്. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ ഏറെ സന്തോഷത്തിന്റെ സുദിനമായ പെരുന്നാൾ, അതിനെ കാത്തിരിക്കുകയുമാണ് നാം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയെറുക്കാൻ വേണ്ടി നിശ്ചയിച്ച ആളുകളും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നന്മകൾ കൈമോശം വന്നു പോകാതിരിക്കാനും അബദ്ധങ്ങളും ന്യൂനതകളും നമ്മുടെ പ്രവർത്തനങ്ങളിൽ കടന്നു വരാതിരിക്കാനുമുള്ള ഒരു ജാഗ്രത നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് അവനവനോടെന്ന പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഒരുപാട് ഉണർത്തലുകൾ, അതിൻ്റെ ചരിത്ര പ്രാധാന്യമടക്കം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ കുടുംബവും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ തന്നെ നാം ഏറെ ചിന്തിക്കേണ്ടുന്ന, നമ്മുടെ ആലോചനകളിലെല്ലാം ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജും ആ ഹജ്ജുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഗതികളുമെല്ലാം. നമുക്കറിയാം, അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ അവരെ മുന്നിട്ടുകൊണ്ട് നടത്തിയ സംസാരം, അറഫയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ, ഹജ്ജത്തുൽ വിദാഇലെ ആ ഒരു പ്രഭാഷണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പ്രഭാഷണമെന്ന്
നമുക്ക് പറയാവുന്ന ഒരു പ്രസംഗമെന്ന് പറയാവുന്ന സംസാരമായിരുന്നു അത്. ആ സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് മാത്രമല്ല, സ്വഹാബത്തിനോട് മാത്രമല്ല, അവസാന നാൾ വരേക്കുമുള്ള ഓരോ വിശ്വാസിക്കുമുള്ള മഹത്തരമായ സന്ദേശങ്ങളാണ് കൈമാറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പോലും ഏറെ പ്രസക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സംസാരം, അതിന്റെ ഉള്ളടക്കം, അതിന്റെ കാമ്പ്, അത് വിശ്വാസിനികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കൽ വളരെ വളരെ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രഭാഷണത്തിലെ ഏതാനും ചില അധ്യാപനങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോടും തന്റെ സ്വഹാബത്തിനോടും പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവിടുത്തെ വിടവാങ്ങലിനെ കുറിച്ചുള്ള അറിയിപ്പായിരുന്നു. ആ ഹജ്ജത്തുൽ വദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജ് എന്നുള്ളതിൽ തന്നെ അതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാലം കഴിയാറായിട്ടുണ്ട്, വഫാത്തെടുത്തിട്ടുണ്ട് എന്ന് തന്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നുണ്ട് ആ ഒരു സംസാരത്തിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇസ്മഊ മിന്നി ഉബയ്യിനു ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. ഹേ ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുവിൻ, ഞാൻ വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ കേൾക്കുവിൻ. ഫഇന്നി ലാ അദ്രി, എനിക്കറിയില്ല അടുത്ത വർഷം ഇതേ സ്ഥലത്ത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വേറെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഖുദൂ അന്നി മനാസികക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യാണ്. ആ ഹജ്ജിനിടയിൽ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിലെ ഓരോ കർമ്മങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് ഏറ്റെടുക്കുവിൻ. ഖുദൂ അന്നി മനാസികക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ, ഈ ഹജ്ജിന്റെ ഓരോ ഘട്ടങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുക്കുവിൻ. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഈ വർഷത്തിനു ശേഷം ഇനി ഞാനൊരു ഹജ്ജ് ചെയ്യുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല എന്ന ചില സൂചനകൾ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജാണ്. ഇനിയൊരു ഹജ്ജിന്റെ കാലത്തേക്ക്, അടുത്ത ദുൽഹിജ്ജയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവുകയില്ല എന്നുള്ള സൂചനകൾ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്നത് കാണാൻ സാധിക്കും. ഈ ദിവസങ്ങളിലായിക്കൊണ്ടാണ്, ഹജ്ജിന്റെ ഈ ദിനങ്ങളിലായിക്കൊണ്ടാണ് ഞാൻ ആമുഖമായി നിങ്ങളെ ഓതിക്കേൾപ്പിച്ച സൂറത്തുൻ നസ്റിന്റെ അവതരണം നടക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള സഹായം എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വിജയം വന്നെത്തിക്കഴിഞ്ഞാൽ എന്ന് തുടങ്ങുന്ന ആ ഒരു അധ്യായം മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നടക്കം ഉദ്ധരിക്കപ്പെടുന്ന സംഗതിയാണ്. റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ നേതാവായി അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് ഈ സൂറത്തുൻ നസ്ർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന്. അത് ഈ സമയത്താണ്, ഈ ഹജ്ജിന്റെ ആ ഒരു ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് സൂറത്തുൻ നസ്ർ അവതരിക്കുന്നത്. പിൽക്കാലത്ത് ബദറിൽപ്പെട്ട ബദരീങ്ങളായിക്കൊണ്ടുള്ള സ്വഹാബാക്കൾ അവരുടെ സദസ്സിൽ വെച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ഈ സൂറത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ബദരീങ്ങളെ ഇടക്കിടക്ക് സൽക്കരിക്കുമായിരുന്നു. അവരെ സൽക്കരിക്കും, അവരെ ആദരിക്കും. കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വിഭവങ്ങൾ ഒരുക്കി സൽക്കാരങ്ങൾ നൽകുകയൊക്കെ ചെയ്യാന്നുള്ളത് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പലർക്കും വേറെ ഇഷ്ടമുള്ള സംഗതിയായിരുന്നു. അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ചവരെ ആദരിക്കുക, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, സ്നേഹിച്ചതിനെ സ്നേഹിക്കുക എന്നുള്ളത് അത് വിശ്വാസികളുടെ സുന്നത്താണ്. അള്ളാഹു എന്താണോ ആദരിച്ചിട്ടുള്ളത് അതിനെ ആദരിക്കുക, അവരെ ആദരിക്കുക എന്നുള്ളത്. ബദരീങ്ങൾ അവരെ ആദരിക്കേണ്ടത് ആ നിലക്കാണ്. മനസ്സിലായോ? അവരുടെ കാലഘട്ടക്കാരായ സ്വഹാബാക്കൾ അങ്ങനെയാണ് അവർ ആദരിച്ചത്. പിൽക്കാലക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയാണോ അവർ ബദറിൽ പോരാടിയത്, എന്തൊരു മഹത്തരമായ സത്യമാണോ അവർ ഉയർത്തിപ്പിടിച്ചത്, അത് നമ്മളും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ പേരിൽ കുറെ മാലകളും മൗലീദുകളും കുറെ കാട്ടിക്കൂട്ടലുകളും അതല്ല ബദരീങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. എന്തോ ആകട്ടെ സഹോദരങ്ങളെ, ആ ബദരീങ്ങളെ ഇടയ്ക്കിടെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൂട്ടുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും, അവരോടുള്ള സ്നേഹവും ആദരവും കാരണം. അപ്പൊ ആ കൂട്ടത്തിലേക്ക് പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൂടി അദ്ദേഹം എപ്പോഴും വിളിക്കും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽ പെട്ട ആളല്ല.
ബദറിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഈ സംഗതിയൊക്കെ നടക്കുമ്പോഴും വളരെ ചെറുപ്പക്കാരനാണ്, കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ ബദരീങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരം എന്താണ്? നമ്മളിപ്പോ ഈ കൂട്ടത്തിൽ നമ്മൾ ബദരീങ്ങൾ മാത്രമാണല്ലോ ഉള്ളത്, ബദറിൽ പങ്കെടുത്ത ആളുകൾ മാത്രമാണല്ലോ ഉള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സദസ്സ് കൂട്ടുമ്പോൾ അതിന്റെ ഉദ്ദേശം ഇന്നതാണല്ലോ. പക്ഷെ എന്തേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെയും അദ്ദേഹം കൂട്ടത്തിൽ വിളിക്കുന്നു? എന്തെങ്കിലും ഒരു കുശുപ്പിന്റെ പേരിലുള്ള അങ്ങനെയുള്ള ചോദ്യമല്ല, അവർക്കറിയാനുള്ള താല്പര്യത്തിൽ അവർ ചോദിക്കുകയാണ്, എന്തേ ഈ ബദരീങ്ങളെ പ്രത്യേകം വിളിച്ചു കൂട്ടുന്ന ഈ സദസ്സിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എപ്പോഴുണ്ട്? അപ്പൊ അവരിങ്ങനെ ചോദിക്കാണ്. ഈ ചോദ്യം സംസാരവും ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തെത്തിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് അതിന് മറുപടി പറയുന്നതിന് പകരം അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. സൂറത്തുൻ നസ്റിന്റെ തഫ്സീർ എന്താണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? സൂറത്തുൻ നസ്ർ അതിങ്ങനെ പാരായണം ചെയ്ത് ഇത് എന്തു പറയുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. അവരിങ്ങനെ സ്വാഭാവികമായി നമ്മളൊക്കെ അതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കി വെച്ച പോലെ അവരും പറയാണ് അള്ളാഹുവിന്റെ സഹായവും അതുപോലെ തന്നെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള വിജയം, ദീനിന് വിജയം ഉണ്ടാകുമ്പോ നമ്മളൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കണം, തസ്ബീഹ് ചൊല്ലണം, തഹ്മീദ് ചൊല്ലണം, അള്ളാഹുവിന് കൂടുതൽ ദിക്റുകളൊക്കെ ആയിട്ട് നന്ദി കാണിക്കണം നമ്മൾ, അതാണ് പറയുന്നത് എന്ന്. അതേ ചോദ്യം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആവർത്തിക്കുമ്പോൾ അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരു തഫ്സീർ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സൂറത്ത് അതിലെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത, അതിന്റെ തഫ്സീറിലൂടെ മാത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജ്ല് എത്താറായിട്ടുണ്ട് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മുന്നറിയിപ്പ്, അതാണ് ആ സൂറത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോടും മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സൂറത്തുൻ നസ്ർ ഈ ഹജ്ജിന്റെ സമയത്താണ് ഇറങ്ങിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇന്റെ ആ സമയത്താണ് ഇറങ്ങുന്നത്. അത് ഇന്നൊരു കാര്യമാണ് അറിയിച്ചു തരുന്നത്. രണ്ടാമത്തേത് അറിവുള്ള ആളുകളുടെ മഹത്വമാണ്. ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത് അറിവുള്ള ആളുകളുടെ മഹത്വമാണ്. ഇത്രയേറെ ശ്രേഷ്ഠരായ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമാറായി, അത്രയും അള്ളാഹുവിന് അവരോടുള്ള ഇഷ്ടം കൊണ്ട് അവരുടെ ഇടയിലേക്ക് അള്ളാഹു കൊണ്ട് ഇറങ്ങി വരുമാറായി. എന്നിട്ട് അവരോട് പറയുമാറായി, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോളി, ഫഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. എന്തും ചെയ്യാൻ അള്ളാഹു അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമാറ്, അവരിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമാറ് അത്രയും അള്ളാഹുവിന് അവരെ ഇഷ്ടമായിരുന്നു എന്നാണ്. മനസ്സിലായോ? ആ ബദരീങ്ങളുടെ ഇടയിലേക്ക് ബദറിൽ പങ്കെടുക്കാത്ത അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എത്തിച്ചത് ഖുർആനിലുള്ള തഫ്സീറിലുള്ള ദീനിലുള്ള അദ്ദേഹത്തിന്റെ അവഗാഹമായിരുന്നു, അറിവായിരുന്നു എന്നുള്ളതും ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ സൂറത്തിലൂടെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഷമകരമായ ഒരു സംഭവം ഈ ഉമ്മത്തിനെ, ഈ ലോകത്തെ ബാധിക്കാവുന്ന ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, അത് അറിയിച്ചു കൊടുക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ വന്നത്, സഹോദരങ്ങളെ, നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന, എല്ലാ കാലത്തും ഏറെ വിലപിടിപ്പുള്ള വലിയ മനുഷ്യാവകാശത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. ഇന്ന് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്തകളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ എങ്ങുമുള്ളത്. പ്രയാസകരമായ കാര്യങ്ങളാണ് എന്നും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങളുടെ, കയ്യേറ്റങ്ങളുടെ, അതിക്രമങ്ങളുടെ വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജനങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളോട് ചോദിക്കുക, അയ്യു യൗമിൻ ഹാദാ, ഇതേതാ ദിവസം? ജനങ്ങൾ പറഞ്ഞു, ഇത് ഇന്ന ദിവസാണ്. ഏതാണ് ഈ മാസം എന്ന് ചോദിക്കുകയാണ്. ഇതിന്ന മാസമാണ് എന്നവർ പറയുന്നു. ഏതാണ് ഈ നാടി എന്ന് ചോദിക്കുകയാണ്. ഇന്നതാണ് നാടി എന്ന് പറയുന്നു. സഹോദരങ്ങളെ, ദുൽഹിജ്ജയിലെ ആ ഹജ്ജിന്റെ ദിവസങ്ങളിൽ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ, ഏറ്റവും ശ്രേഷ്ഠമായ നാടുകളിൽ ഒന്നിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഓരോന്നിനും അവർ മറുപടി പറയുകയാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഇലാ യൗമി തൽഖൗനഹു. എന്റെ സ്വഹാബത്തെ, അല്ലാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരേക്കും നിങ്ങളുടെ ഈ ദിവസം എത്രമാത്രം പവിത്രമാണോ, നിങ്ങളുടെ ഈ മാസം എത്രമാത്രം പവിത്രമാണോ,
നിങ്ങളുടെ ഈ നാട് എത്രമാത്രം പവിത്രമാണോ അതിനേക്കാളും നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ അഭിമാനവും അതിലേറെ പവിത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അതിലങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം നടത്താൻ പാടില്ല. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ചിന്താൻ പാടില്ല. ഒരിക്കലും മറ്റൊരാളുടെ സമ്പത്ത് കയ്യേറി പിടിക്കാൻ പാടില്ല. ഒരിക്കലും മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന കോട്ടമുണ്ടാക്കുന്ന ഒരു സംഗതി നിങ്ങളുടെ അടുത്ത് നിന്നുണ്ടാകാൻ പാടില്ല. കാരണം അതൊക്കെയും ഈ നാടിനേക്കാളും ഈ മാസത്തെക്കാളും ഈ ദിവസത്തെക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ ഭയങ്കരമായ പവിത്രതയുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്ന വലിയൊരു അധ്യാപനമാണത്. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വർഗീയതയുടെ, ഒരു ഛിദ്രതയുടെ, ഒരു വിദ്വേഷത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പണത്തിനോടുള്ള അത്യാർത്തി മൂലം സ്വന്തം സഹോദരനെ പോലും വെട്ടിക്കൊലപ്പെടുത്തുന്ന, അവന്റെ അതിർത്തി കയ്യേറുന്ന, അയൽവാസിയെ ദ്രോഹിക്കുന്ന അത്തരം നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും തന്റെ സഹോദരനെ വേദനിപ്പിക്കുന്ന, അവന്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന ഒരു സംഗതി നമ്മുടെ അടുത്തുനിന്നുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശങ്ങൾ എന്തുമാത്രം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എന്ന് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആളുകളെ മോശം പറയാനും, ആളുകളെ കുറ്റപ്പെടുത്താനും, ഏഷണി പറയാനും, പരദൂഷണം പറയാനും ഒരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന്ത്യനാൾ അടുക്കുമ്പോൾ എന്തിനാണ് താൻ കൊല ചെയ്യപ്പെടുന്നത് എന്നറിയാത്ത അങ്ങനത്തെ ഹതഭാഗ്യവാന്മാരുണ്ടാകും. എന്തിനാ ഞാൻ ഈ കൊല്ലുന്നത് എന്നറിയാത്ത കൊലയാളികൾ ഉണ്ടാകും. അങ്ങനത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഏറെക്കുറെ എത്തിപ്പെട്ടില്ല സഹോദരങ്ങളെ. എന്തിന്റെ പേരിലൊക്കെയാണ് ഇവിടെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ ഏറെ പ്രസക്തമാകുന്നത്. ഇത് നമുക്കുള്ള സന്ദേശമാണ്. ഇത് ലോകാവസാനം വരേക്കുമുള്ള മനുഷ്യർക്ക് മുഴുവനുമുള്ള സന്ദേശമാണ്. പക്ഷേ ഇത് ഉയർത്തിപ്പിടിക്കാൻ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് തന്നെ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഈ സന്ദേശം ലോകർക്ക് മുഴുവൻ എത്തിപ്പെടുക സഹോദരങ്ങളെ? വിശ്വാസികൾ തന്നെ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു പോകാൻ, വിശ്വാസികളുടെ ഇടയിൽ നിന്ന് തന്നെ വളരെ മോശമായ മലീമസമായ കാര്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ നമ്മിലൂടെ ഈ സന്ദേശങ്ങൾ അറിയേണ്ടുന്ന ഒരു ജനസഞ്ചയം ഇവിടെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ന്യൂനതകൾ അല്ല, അതിലൂടെയല്ല ലോകം ഇസ്ലാമിനെ അറിയേണ്ടത്. അങ്ങനെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. നേരെ മറിച്ച് നമ്മുടെ ഇരുത്തത്തിലും നടത്തത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ദീന് മുഴച്ചു നിൽക്കണം. അങ്ങനെ ദീനിനെ ജനങ്ങൾ അറിയണം. നമ്മുടെ അയൽവാസികൾ നമ്മളെ കൊണ്ട് ദീനറിയണം. മനസ്സിലാവുണ്ടോ? നമ്മളുമായി ഇടപെടുന്ന, നമ്മുടെ ജോലി സ്ഥലത്തുള്ള, നമ്മൾ പോകുന്ന ഇടങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമെല്ലാം അവർ നമ്മളെ കണ്ട് ദീനിനെ മനസ്സിലാക്കണം. ഇതാണ് ഇസ്ലാമെങ്കിൽ ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മതമാണ് എന്നതിൽ ഒരു സംശയവുമില്ല എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നിടത്ത് നമ്മൾ എത്തണ്ടേ? നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്നാണോ വിലക്കിയത്, എന്തൊന്നിനെയാണോ പവിത്രമാക്കിയത്, അതിൽ തന്നെ നമ്മൾ അതിക്രമകാരികളായി തീരുന്നുവെങ്കിൽ സഹോദരങ്ങൾ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ ഈ അഭിമാനക്ഷത ഉണ്ടാക്കുന്ന അതൊന്നും വലിയൊരു സംഗതിയേ അല്ലാതെ ആളുകൾക്കാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടത്തിൽ ആർക്കും എന്തും പറയാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിന്റെ സത്യാവസ്ഥ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഏറ്റുപിടിക്കുക. അത് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക്, പേജുകളിൽ നിന്ന് പേജുകളിലേക്ക് അങ്ങനെ പോവുക. സഹോദരങ്ങൾ, ഒരിക്കലും ഈ ദുരന്തത്തിൽ വിശ്വാസികൾ ഉൾപ്പെട്ടുകൂടാ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തേത്, അതുമായി ചേർത്ത് വെച്ച് തന്നെ നമ്മൾ വായിക്കേണ്ട ഒരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളെല്ലാവരും ഒരൊറ്റ ഉപ്പയിൽ നിന്നാണ്, ഒരൊറ്റ മനുഷ്യനിൽ നിന്നാണ്. പിന്നെങ്ങനെയാണ് നിങ്ങൾക്കിടയിൽ വർണ്ണവിവേചനങ്ങളുടെ അല്ലെങ്കിൽ ദേശങ്ങളുടെ ഭാഷകളുടെ പേരിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുക? അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വലിയൊരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ്. ജനങ്ങളെ അറിയുക, നിങ്ങളുടെ റബ്ബ് ഒരൊറ്റ റബ്ബാണ്. നിങ്ങൾക്ക് രണ്ട് റബ്ബില്ല, നിങ്ങൾക്കൊരേ ഒരു റബ്ബേ ഉള്ളൂ. വീണ്ടും പറയുന്നു, ഇന്ന അബാക്കും വാഹിദ്. നിങ്ങളുടെ ഉപ്പ ഒരൊറ്റ ഉപ്പയാണ്. നിങ്ങളെല്ലാവരും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നുള്ളവരാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ. ഒരു അറബിക്കും ഒരു അനറബിയേക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല.
വലാ ലിഅജമിയിൻ അലാ അറബിയിൻ, ഒരു അനറബിക്കും തിരിച്ച് ഒരു അറബിയുടെ മേലും ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ അഹ്മർ അലാ അസ്വദ് വലാ അസ്വദ അലാ അഹ്മർ, വെളുത്തവന് കറുത്തവനേക്കാളുമോ കറുത്തവന് വെളുത്തവനേക്കാളുമോ ഒരു അധിക ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. തഖ്വ കൊണ്ടല്ലാതെ. നമ്മുടെ വേഷഭൂഷാദികൾ കൊണ്ട്, നമ്മുടെ ചർമ്മത്തിന്റെ നിറം കൊണ്ട്, നമ്മുടെ ഭാഷ കൊണ്ട്, നമ്മുടെ ദേശം കൊണ്ട്, അങ്ങനെ നമ്മുടെ തറവാട്ട് മഹിമ കൊണ്ട്, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട്, അതുകൊണ്ടൊന്നും ഒരാളും മറ്റൊരേക്കാളും ശ്രേഷ്ഠനാവുകയില്ല അള്ളാഹുവിന്റെ അടുക്കൽ. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. അതുകൊണ്ട് ദുനിയാവിന്റെ ഈ കാര്യങ്ങളും പറഞ്ഞ് അതിന്റെ പിന്നാലെ പായണതിന് പകരം സഹോദരങ്ങളെ തഖ്വ നേടിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ദീനിന്റെ ആളുകളായി മാറാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരാളെ കാണുമ്പോൾ ഓന്റെ വേഷം കണ്ട് വിലയിരുത്തിയും ഓന്റെ ഒരു പ്രകൃതം കണ്ട് വിലയിരുത്തിയും നിറം കണ്ട് വിലയിരുത്തിയും അങ്ങനത്തെ ഒരു പരിപാടി ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സ്വഹാബത്തിൽ ഒരു കറുത്താളും ഒരു വെളുത്താളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാണ്. അപ്പൊ ഒരു സംസാരത്തിൽ വന്നുപോയ ഒരു വാക്ക് കറുത്തവളുടെ മകനെ എന്ന് വിളിക്കാണ്. സ്വഹാബിമാരുടെ ഇടയിൽ തന്നെ ഒരാൾ മറ്റാളെ വിളിക്കാണ്, കറുത്തവളുടെ മകനെ എന്ന് വിളിക്കാണ്. അത് ഈ ആൾക്ക് വലിയ സങ്കടമായിപ്പോയി. ഈ വിളിക്കപ്പെട്ട ആൾക്ക് അത് വലിയ സങ്കടമായിപ്പോയി. സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദേഷ്യത്തോടുകൂടി വളരെ കണിശമായിക്കൊണ്ട് ചോദിച്ച ചോദ്യം, ഇന്നാലിന്ന ആളോട് ആ സ്വഹാബിയെ വിളിച്ചിട്ട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ആ ജാഹിലിയ കാലഘട്ടത്തിലെ സ്വഭാവവും സംസാരം ഇപ്പോഴും പോയിട്ടില്ലാലേ എന്നാ ചോദിച്ചു. മനസ്സിലായേ? പക്ഷെ ഇപ്പോഴും ഈ ദീനിന്റെ ആളുകളാണെന്നും പറഞ്ഞു നടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാവിലൊക്കെ ചില സമയത്ത് വരുന്ന വർത്തമാനങ്ങൾ സഹോദരങ്ങൾ ഇതിനേക്കാളും ഗൗരവമുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന വാക്കുകളും പേരുകളുമെല്ലാം അതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള സംഗതിയായിരിക്കും ഇതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളും മറ്റൊരേക്കാളും അവന്റെ തഖ്വ കൊണ്ടല്ലാതെ ദീനു കൊണ്ടല്ലാതെ ഒരു നിലക്കും മുന്നിട്ട് നിൽക്കുകയില്ല, ശ്രേഷ്ഠനാവുകയില്ല. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിലെ തിന്മകൾ ഒഴിവാക്കാൻ വേണ്ടി അവിടെ പലിശയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതിക്രമങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയുന്നത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതും പ്രഖ്യാപിച്ച് അത് ജനങ്ങളോടൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത്. നേരെ മറിച്ച് അവിടെ വലിയൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടേണ്ട, അവിടുത്തെ കുടുംബത്തിന് കിട്ടേണ്ട ഹക്കുകളുണ്ട്. അതായിരുന്നു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കിയത്. ജാഹിലിയത്തിലെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണ കൂട്ടത്തിൽ നിങ്ങളത് ഒഴിവാക്കണം, മറ്റേയാളത് ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന് പകരം ഞാനിതാ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അവനവന്റെ കുടുംബത്തിന് കിട്ടാനുള്ള പലിശ എടുത്തു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിതാ അത് ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി പലിശന്റെ പേരിൽ അങ്ങനത്തെ ഒരു പരിപാടി വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതൊക്കെ ഒഴിവാക്കിക്കൊള്ളാൻ വേണ്ടി അവനവൻ്റെ അത് ഒഴിവാക്കിയിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. നോക്കൂ നിങ്ങൾ, അവിടെ പലിശയുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിലെ വലിയൊരു ശതമാനം ഈ പലിശയുടെ അപകടം എന്താണ്, ഇതിന്റെ ദുരന്തം എന്താണ് എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെ അതിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുക. വണ്ടി എടുക്കണമെങ്കിൽ പലിശ, ഒരു വീടുണ്ടാക്കണമെങ്കിൽ പലിശ, കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ പലിശ, എന്തിനും ഏതിനും പലിശ. ഒരു മൊബൈൽ ഫോൺ വാങ്ങണമെങ്കിൽ പോലും അത് EMI ഇട്ടിട്ട്. സഹോദരങ്ങൾ, അവനവന് പാകളത് വാങ്ങിയ പോലെ എന്തിനാണ് ഈ കൊക്കിൽ ഒതുങ്ങാത്തത് കൊത്താൻ പോകുന്നത്? എന്നിട്ട് എവിടെയാണ് EMI സൗകര്യം ഉള്ളത്? അതിൽ തന്നെ എന്നിട്ട് അത് നോ കോസ്റ്റ് EMI ആണ്, 0% പലിശയാണ് എന്നൊക്കെ ചില ഓമന പേരുകൾ ഇട്ടുണ്ട് അതിന്റെ പിന്നാലെ പോകാണ്. അപ്പൊ എന്തോ വലിയ സംഭവമായി പോയി എന്നുള്ള മട്ടിൽ. എന്താ ഈ നോ കോസ്റ്റ് EMI? ഞാൻ പഠിക്കാൻ വേണ്ടി പറയാണ്ടോ, എന്താണ് ഈ നോ കോസ്റ്റ് EMI, 0% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞെന്നറിയോ? എന്ത് 0% എന്ന് പറഞ്ഞാലും ശരി, നമ്മൾ അതിന് ചില പേപ്പറുകൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെയുള്ളൊരു സംഗതിയാണ്. അത് തിരിച്ചടച്ചാൽ പോരെന്നാണ്. നമ്മൾ കൃത്യസമയത്ത് തിരിച്ചടക്കുകയാണെങ്കിൽ പിന്നെ പലിശ അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ ഫോണിൻ്റെതും അത് ഏതാകട്ടെ, ഫോണോ എന്തോ ആകട്ടെ, വീട്ടിലെ ഒരു ഫ്രിഡ്ജ് വാങ്ങണമെങ്കിലും TV വാങ്ങണമെങ്കിലും ഒക്കെ ഇപ്പൊ അതാണ് അവസ്ഥ. ഓൺലൈനിൽ നിന്നും മറ്റും അത് പീടിയെന്ന് വാങ്ങുമ്പോഴും ഒക്കെ ഇതേപോലെ ഈ നോ കോസ്റ്റ് EMI എന്നും പറഞ്ഞുകൊണ്ട്. എന്നാ സഹോദരങ്ങളെ, എന്താ സംഭവിക്കാന്നറിയോ? ഈ അടവണ്ട് തെറ്റി നോക്കണം. ഈ അടവ് തെറ്റുമ്പോ അപ്പൊ വരും ഒരു പിഴ, ഒരു ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്.
ആ ഫൈന് പറയുന്ന പേരാണ് ഈ പലിശ എന്നുള്ളത്. അതിന് എന്ത് ഓമന പേരിട്ട് വിളിച്ചാലും ശരി, അപ്പൊ വരുന്ന ഒരു അധിക ചാർജ് ഉണ്ടല്ലോ, അതിനെ പറയണാണ് എന്ത് പലിശ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ആ പേരും പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നാലെ നമ്മൾ പോകണമെങ്കിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ഗൗരവത്തിൽ പഠിപ്പിച്ചതാണ്. ഈ പലിശയുടെ ഏറ്റവും നിസ്സാരമായ ഏറ്റവും ചെറിയ ഒരു ഘടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വന്തം ഉമ്മയുടെ കൂടെ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യം എന്നാ പറഞ്ഞു. നഊദു ബില്ലാഹ്. അത്ര മോശമായ ഒരു സംഗതി. അതാണ് ഇത്ര ലാഘവത്തോടുകൂടി ഏറെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോയി അതിൽ മുച്ചൂടും മുങ്ങി നിൽക്കുകയാണ് ഈ ഉമ്മത്തിലെ പല ആളുകളും. നല്ലോണം ശ്രദ്ധിച്ചോളും സഹോദരങ്ങൾ, വൻ പാപങ്ങളിൽ പെട്ടതാണ് പലിശ. നമ്മളെയും കൊണ്ടേ പോകുള്ളൂ. ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. ദുനിയാവിൽ കുറെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. രണ്ടുമില്ലാതായി പോകും, ദുനിയാവും പോകും, ആഖിറവും പോകും. അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സത്യവിശ്വാസികളുടെ പരസ്പര സാഹോദര്യത്തെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം, അൻസാറുകളെയും മുഹാജിറുകളെയും അവരെ പരസ്പരം സഹോദരങ്ങളായി നിശ്ചയിച്ച സംഭവം നമുക്കറിയാം അല്ലേ? ഹിജറയുടെ സമയത്ത് തന്നെ ആ വലിയ മഹിതമായ ചരിത്രങ്ങൾ അതുണ്ടായിട്ടുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്തും ആ സാഹോദര്യത്തെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് കാണാം. അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ഫലാ യഹില്ലു ലിഇംറിഇൻ മാലു അഖീഹി ഇല്ലാ മാ അഅതാഉ അൻ ത്വീബി നഫ്സിൻ മിൻഹു ഫലാ തദ്ലിമു അൻഫുസകും. നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. എന്തൊരു സമ്പത്തും വേറൊരാളുടേത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം അത് സംതൃപ്തിയോടുകൂടി മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് തന്നെങ്കിലല്ലാതെ നിങ്ങൾക്കത് ഹലാലാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഫലാ തദ്ലിമു അൻഫുസകും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും അതിക്രമം പ്രവർത്തിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഞ്ചാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന, സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, നിങ്ങളോട് നിങ്ങളുടെ പത്നിമാർക്കുള്ളതുപോലെ തന്നെ, നിങ്ങളുടെ ഭാര്യമാർക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അവരോടും ചില ബാധ്യതകളുണ്ട്. നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറിക്കൊള്ളുക. അള്ളാഹു നിങ്ങളോട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്തുകളാണവർ. നിങ്ങളുടെ ഭാര്യമാരെന്ന് പറഞ്ഞത് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണ്, സൂക്ഷിപ്പു സമ്പത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ പത്നിമാരെ അവരുടെ വിഷയങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ ഭൃത്യന്മാരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കാൻ നൽകുക. നിങ്ങൾ വസ്ത്രം അവരെ ധരിപ്പിക്കുകയും ചെയ്യുക. അവരുടെ അവകാശങ്ങൾ നിങ്ങൾ നിവൃത്തി ചെയ്തു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇന്നെന്താണെന്നറിയോ, കുടുംബങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ദീന് കൽപ്പിച്ചു കൊടുത്തൊരു സ്ഥാനം ഉണ്ടല്ലോ. നമ്മൾ ഭർത്താക്കന്മാരെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വാപ്പാരി എന്നുള്ള നിലയ്ക്കൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വലിയ ധാരണയുണ്ട്. പക്ഷെ തിരിച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ അത് പലപ്പോഴും നമ്മൾ സൗകര്യപൂർവ്വം മറക്കണ അവസ്ഥ. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പേ ഒരു സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഭാര്യ ഇങ്ങനെ എന്തോ ഒരു പ്രയാസം പറഞ്ഞതിന്. അപ്പൊ മൂപ്പരതിനെ വിലയിരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പേഴ്സണൽ സംഭാഷണത്തിൽ പറഞ്ഞൊരു സംഗതിയാണ്. എന്താ ഇപ്പൊ ഇവരൊക്കെ കഥ, ഇവർക്കിപ്പോ എന്താ ഇത്ര ഇടങ്ങറുള്ളത്, വീട്ടിൽ എന്ത് പണിയാണെങ്കിലും ഒരു സ്വിച്ച് ഇട്ടാൽ എല്ലാം നടക്കുന്ന, ഒരു സ്വിച്ച് ഇട്ടാൽ എല്ലാം നടക്കുക. ഡ്രസ്സ് അലക്കണമെങ്കിൽ സ്വിച്ച് ഇട്ടാൽ മതി, കുക്ക് ചെയ്യണമെങ്കിൽ സ്വിച്ച് ഇട്ടാൽ മതി, അരക്കണമെങ്കിൽ സ്വിച്ച് ഇട്ടാൽ മതി, എന്തിനും സ്വിച്ച് ഇട്ടാൽ മതി എന്ന് മൂപ്പര് ഒരു കമന്റ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളാ 4 ദിവസം ആ സ്വിച്ച് നിങ്ങളൊന്ന് ഇട്ടോക്കി, ആ സ്വിച്ച് 4 ദിവസം നിങ്ങളൊന്ന് ഇട്ടോക്കി. അപ്പൊ അവര് പറഞ്ഞേ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. പലപ്പോഴും പുരുഷന്മാരുടെ അവസ്ഥ തന്നെ. അവനവന്റെ പെരയിലെ പെണ്ണുങ്ങളെ, ഭാര്യമാരെ, പെൺകുട്ടികളെ അവർക്കൊക്കെ കിട്ടണ്ട, അവർക്ക് ദീന് കൊടുത്ത സ്ഥാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തൊരു കുറവ് നമുക്ക് പലപ്പോഴും ഉണ്ട്. ഏകപക്ഷീയമായി പറയും, നേരെ തിരിച്ചുണ്ട്. ഭർത്താക്കന്മാരുടെ സ്ഥാനം, വാപ്പാരുടെ സ്ഥാനവും ഇതൊന്നും മനസ്സിലാക്കാത്ത പെണ്ണുങ്ങളുണ്ട്. സഹോദരങ്ങളെ, ദീന് ഈ വക ബന്ധങ്ങളെക്കുറിച്ച്, ഓരോരുത്തരുടെയും സ്ഥാനത്തിനെ കുറിച്ച്, അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങളെക്കുറിച്ച്, ബാധ്യതകളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്
ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇസ്ലാമിക പ്രബോധനത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സംസാരത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട്, സ്വഹാബത്തിനോട് ചോദിക്കാണ്, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ എന്നെക്കുറിച്ച് റബ്ബിനോട് നിങ്ങൾ എന്തായിരിക്കും പറയാന്ന് ചോദിക്കുന്നത്. സ്വഹാബത്തെല്ലാവരും ഐക്യകണ്ഠേന അവർ പ്രഖ്യാപിച്ചു, റസൂലേ, താങ്കൾ എന്തൊരു ദൗത്യമാണോ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് ഞങ്ങളുടെ മേൽ താങ്കൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ റബ്ബിനോട് പറയുമെന്ന് അവർ പറയാണ്. ആ സമയത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി, കണ്ണുകൾ മേൽപോട്ടുയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹുവേ, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യം അത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് നീ സാക്ഷിയാണ് റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. റസൂൽ ആ ദൗത്യം പൂർത്തിയാക്കി. ഇനി അങ്ങോട്ട് ആ ദൗത്യം ഏറ്റെടുക്കാനുള്ളവർ നമ്മളാണ്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവർ, തിന്മകളിൽ നിന്ന് തടഞ്ഞു വെക്കുന്നവർ. ആ ദഅവത്ത് ഇനി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളാണ്. സഹോദരങ്ങളെ, റസൂല് പൂർത്തീകരിച്ച ആ ദൗത്യം നമ്മൾ ആ വിഷയത്തിൽ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഈ ദീനിനു വേണ്ടി, ദഅവത്തിന് വേണ്ടി എന്തൊരു സേവനമാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്? ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഈ ഒരു ഹജ്ജത്തുൽ വിദാഇലെ ഈ ഒരു സംസാരത്തിലെ ഓരോ വാക്കുകൾ പോലും, ഓരോ അക്ഷരങ്ങൾ പോലും വലിയ വലിയ പാഠങ്ങളാണ്, വലിയ വലിയ മെസ്സേജുകളാണ് നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, അതൊക്കെ ഒന്ന് വായിക്കാനും പഠിക്കാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട റസൂലിന്റെ വാക്കുകളാണ്, അത് മുൻനിർത്തി നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ, ഈ പുണ്യകരമായ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട അമലുകളുടെ വിഷയത്തിലൊക്കെ നമ്മൾ പ്രത്യേകം ചെലുത്തേണ്ട ശ്രദ്ധ ഇനിയും ഏറെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇബാദത്തുകളുടെ ഉമ്മമാരൊരുമിച്ചു കൂടുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന 10 ദിവസങ്ങൾ, അതാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളെന്ന്. ആ ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ നന്മകൾ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അറഫാ ദിനത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സിയാമു യൗമി അറഫ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. ആ അറഫാ ദിനത്തിലെ നോമ്പ് കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും പാപങ്ങൾ അത് പൊറുക്കപ്പെടും എന്നുള്ളതാണ്. എന്ന അത്രയേറെ മഹത്തരമായ പ്രതിഫലാർഹമായ ഒരു നോമ്പാണ് അറഫാ ദിനത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. അപ്പം ആ സുന്നത്ത് നമ്മളെല്ലാവരും എടുക്കണം. നമ്മുടെ കുട്ടികളെ അടക്കം നമ്മളത് ശീലിപ്പിക്കുകയും വേണം. ഒരു റമദാൻ മാത്രമായാലേ നമ്മൾ നോമ്പൊക്കുള്ളൂ എന്നുള്ളൊരവസ്ഥ അങ്ങനെ ഉണ്ടാകരുത്. അതല്ലാത്ത സുന്നത്ത് നോമ്പുകൾ നമ്മൾ ശീലിക്കുക. അതിൽ തന്നെ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഈ അറഫാ ദിനത്തിലെ ഈ നോമ്പിൻ്റെ ഒരു അവസരം അത് പ്രത്യേകം ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങൾ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, സുന്നത്തുകൾ എടുക്കുന്ന അതേ ഗൗരവത്തിൽ തന്നെ നമ്മൾ ബിദ്അത്തുകളെ കരുതിയിരിക്കും വേണം. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പെരുന്നാളിൻ്റെ ദിവസം ഈദ് മുസല്ലയിൽ വെച്ച് ആളുകളുടെ ഒരു പ്രത്യേക പരിപാടി ഉണ്ട്. ഈ കെട്ടിപ്പിടുത്തമുണ്ടല്ലോ, 3 വട്ടമുള്ള ഒരു കെട്ടിപ്പിടുത്തമുണ്ട്, ഓരോ വശത്തുക്കും ഇങ്ങനെ ആക്കി കണ്ടു. അപ്പം അതെന്തോ ഒരു സുന്നത്താണ് എന്ന ആളുകൾ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ധരിച്ചു വെച്ചത്. അത് സുന്നത്താണ് എന്നാണ് പലരും വിചാരിച്ചുള്ളത്. ആ കെട്ടിപ്പിടുത്തം അത് സുന്നത്താണ് എന്നാണ് പല ആളുകളും വിചാരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഒരു സുന്നത്ത് ദീനിലില്ല. പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് ഒരു നാട്ടിൽ അങ്ങനെ ഒരു ആദത്തുണ്ട് എങ്കിൽ അവരത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സമയത്തും അവരങ്ങനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കെട്ടിപ്പിടിച്ചോട്ടെ. പക്ഷേ നമ്മൾ അങ്ങനെ ഉണ്ടോ? എല്ലാ ദിവസവും ഇപ്പൊ തലേന്ന് കാണുമ്പോൾ കെട്ടിപ്പിടിക്കാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യുക, പെരുന്നാളിന്റെ അന്ന് ആ മുസല്ലയിൽ വെച്ച് ആ കെട്ടിപ്പിടുത്തത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതന്നെ ചില ആൾക്കാർ കെട്ടിപ്പിടിക്കുമ്പോൾ വലത്തെ ഭാഗത്ത് തുടങ്ങണം എന്നൊക്കെ പറയും. അത് എങ്ങനെ നടക്കാം? ഒരാൾക്ക് വലത്താണെങ്കിൽ മറ്റാൾക്ക് അടുത്തായി പോവില്ലേ? അപ്പൊ മൂപ്പര് തുടങ്ങുമ്പോൾ അത് വലത്തെ ഭാഗത്ത്, നമുക്കുള്ള അനുഭവം പറഞ്ഞേ, മൂപ്പര് വലത്തെ ഭാഗത്ത് തുടങ്ങിയാൽ എനിക്ക് അടുത്ത ഭാഗത്തായി പോവില്ലേ? അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ
അങ്ങനെ അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സുന്നത്താണെന്ന് വിചാരിച്ചിട്ടാണിത്. ഇതിങ്ങനെ കോലത്തിൽ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, 3 എണ്ണം തന്നെ ആകണം. ഒരെട്ടം കെട്ടിപ്പിടിച്ച ആൾക്കാർക്ക് തൃപ്തിയാവില്ല, 3 വട്ടം തന്നെ വേണം. അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിദ്അത്തുകൾ കടന്നു വരെ ഇങ്ങനെ വളരെ ഗോപ്യമായിക്കൊണ്ട് നമ്മൾ അറിയാത്ത രൂപത്തിൽ എന്ത് ചെയ്യും, ബിദ്അത്തുകൾ ഇങ്ങനെ കയറി വരും. നമ്മൾ നല്ല ശ്രദ്ധിക്കണം. അടുത്തൊരു തലമുറക്ക് ആകുമ്പോഴത്തേനും ചിലപ്പോ ഇത് ശരിക്കും സുന്നത്താണെന്ന് വിചാരിച്ചു. ഇത് ഹദീസൊക്കെ ഉള്ള സംഗതിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതലേ ഇങ്ങനെ പരമ്പര മുറിയാതെ വന്നൊരു സംഗതിയാണ് എന്ന്, ഇതൊരു ഇബാദത്താണ് എന്ന് ആളുകൾ വിചാരിച്ചു. നല്ല ശ്രദ്ധിക്കണം. ഈ ബിദ്അത്തുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അപകടം, അതിൽ നിന്ന് ആളുകൾ പിൻവലിയ എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതി. ഹറാമ് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, പിന്തിരിഞ്ഞോളെ, അതിൽ നിന്ന് പുറക്കലിനെ തേടും. പക്ഷേ ബിദ്അത്ത് ഓൻ ചെയ്യണ എന്ത് വിചാരിച്ചിട്ട് അത് നല്ലൊരു കാര്യമാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിൻവലിയ എന്നുള്ള അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ബോധ്യപ്പെടുത്തി കൊടുത്താൽ പോലും ഒരു നല്ല കാര്യമല്ലേ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിങ്ങനെ സംഭവിക്കണത്. അതുകൊണ്ട് നമ്മൾ നല്ലോ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു സുന്നത്ത്, പ്രത്യേകമായൊരു സുന്നത്തൊന്നും ഇല്ല. നമ്മൾ സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് ഏത് മുസല്ലയിലും ചെയ്യാം എന്നുള്ളതല്ലാതെ അന്നൊരു പ്രത്യേക കെട്ടിപ്പിടുത്തവും അതിനൊരു പ്രത്യേക എണ്ണവും അതൊന്നും ഒരു ശരിയായ സംഗതിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ബിദ്അത്തുകളെ നമ്മൾ കരുതിയിരിക്കും. സുന്നത്തായ കാര്യങ്ങൾ തന്നെ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത എമ്പാടുണ്ട് സഹോദരങ്ങളെ. അതൊക്കെ നമ്മൾ എടുക്കും. ആ വിഷയത്തിൽ അങ്ങേയറ്റം ജാഗ്രതയും പരിശ്രമവും നമ്മൾ കാഴ്ചവെക്കും. ബിദ്അത്തുകൾ അതേ ഗൗരവത്തോടുകൂടി നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യുവിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ ദീനായിക്കൊണ്ട് പരിപൂർണമായിക്കൊണ്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിൽ പ്രവേശിക്കാൻ നമ്മൾ തയ്യാറാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകളിൽ മുന്നേറി ഏറെ സുഹൃതങ്ങൾ വാരിക്കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഹറാമുകളും അതിലൊക്കെ ചെന്ന് ചാടി നന്മകൾ കൈമോശം വരുത്തുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്ത രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും അവരെയും നമ്മയും പാപമുക്തരായവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു റിസ്ഖിനെ വിശാലമാക്കി കൊടുക്കുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തുറവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു അവർക്കെല്ലാവർക്കും ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുകയും ഇരുലോകത്തും വലിയ പ്രതിഫലങ്ങൾ കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.